അവരെ ഭരിക്കാതെ വണ്ണം. ലോകത്തുള്ള എല്ലാവർക്കും രാജാക്കന്മാരെ കണ്ടപ്പം അവര് പറഞ്ഞു, ഞങ്ങൾക്കും ഒരു രാജാവിനെ താ ശമൂവേലേ എന്ന് പറഞ്ഞപ്പോ അവർ സത്യത്തിൽ ഉപേക്ഷിക്കുന്നത് കർത്താവിനെയാണ്. കർത്താവ് പറഞ്ഞു, ശമൂവേലേ നീ ഭയപ്പെടേണ്ട, നീ പ്രയാസപ്പെടേണ്ട, നീ സങ്കടപ്പെടേണ്ട. അവർ നിന്നെ അല്ലടാ, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം. അപ്പൊ ഇസ്രായേലിന്റെ രാജാവ് ആരായിരുന്നോ? ആദാം വീണയിടത്ത് നിന്ന് കർത്താവ് തുടങ്ങി. അവർക്ക് രാജാവ് ഞാൻ തന്നെ, അവര് ജയത്തോളം നടത്താൻ ഞാൻ തന്നെ എന്ന് പ്രഖ്യാപിച്ച രാജാവ് നമ്മുടെ കർത്താവാണ്. ആ രാജ്യത്വം 19 ഡിവിഷൻ ചെയ്ത് അവർ ഭരിച്ചു. ഇസ്രായേലിനെ ഭരിച്ചു, തെക്കും വടക്കും രാജ്യങ്ങൾ ഭരിച്ചു, പിന്നെയും ഭരിച്ചു. 3 രാജാക്കന്മാർ ഒരുമിച്ച് രാജ്യങ്ങളെ ഭരിച്ചു. ഇസ്രായേൽ 2 ഒരുമിച്ച് ഭരിച്ചതാ 3 പേര്, ഒരു പെണ്ണ് ഭരിച്ചു. അങ്ങനെ 42 രാജാക്കന്മാർ ഭരിച്ചു, വാണു. അവരെ ആരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പോലെ ആയില്ല. യേശു രാജാവായി ആദ്യം മുതൽക്കേ ഇസ്രായേലിന് രാജാവായിരുന്നവൻ സർവ ലോകത്തിനും രാജാവായി പിറന്നു. അവൻ നമ്മുടെ കർത്താവും രാജാക്കന്മാരായ രാജാതി രാജാവായി, നമ്മുടെ രാജാതി രാജാവായി അവൻ വാഴുന്നു. അവൻ ജയത്തോളം ന്യായവിധി നടത്തി ക്രൂശിൽ ജയാളിയായി മാറി. അവൻ നമ്മുടെ കർത്താവ്, അവൻ നമ്മുടെ രാജാവ്.